ഓം ശാന്തി. കുറേ പരിശ്രമിച്ചു. എൻ്റെ ചുറ്റുമുള്ള എല്ലാവർക്കും അവരുടെ സ്വപ്നങ്ങളൊക്കെ നടന്നു കിട്ടുന്നു. എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, സ്വപ്നം കാണുന്നുണ്ടോ, അതൊക്കെ അവിടെ നടന്ന് കാണുന്നുണ്ട്, ഇവിടെ നടന്ന് കാണുന്നുണ്ട്. ചേച്ചിക്ക് നടക്കുന്നു, ചേട്ടന് നടക്കുന്നു, ബന്ധുക്കൾക്ക് നടക്കുന്നു, പലർക്കും നടക്കുന്നു, എനിക്ക് മാത്രം നടക്കുന്നില്ല. ഇത് ഒരുപാട് പേരുടെ പരാതിയാണ്. ഇത് പലരും എൻ്റെ അടുത്ത് വോയിസ് മെസ്സേജായിട്ടും ടെക്സ്റ്റ് മെസ്സേജായിട്ടും അയക്കുന്ന കാര്യമാണ്. എൻ്റെ കുടുംബത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ചേച്ചി സാമ്പത്തികമായിട്ട് ഓക്കെയാണ്, ചേട്ടൻ ഓക്കെയാണ്, എല്ലാവരും ഓക്കെയാണ്. ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ കഷ്ടപ്പെടുന്ന കാര്യം. എല്ലാം അവർക്ക് ഫ്രീ ഉണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യം, ഒരു സ്വപ്നം നടന്നു കാണുമ്പോൾ, ഈവൻ ദോ നമ്മുടെ ലൈഫിലല്ല, വേറൊരാളുടെ ജീവിതത്തിലാണ് നടക്കുന്നത്. ഞാൻ ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളിലൂടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ മുന്നോട്ട് കയറി വരാൻ വേണ്ടിക്കൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ മണി മാനിഫെസ്റ്റേഷന് വേണ്ടിക്കൊണ്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. ഇനി കുറേ റൈച്വൽസ് ഉണ്ടല്ലോ നമ്മൾ ചെയ്യുന്നത്. 2 കപ്പ് മെത്തേഡ് ഉണ്ട്, അല്ലെങ്കിൽ 5-5 മെത്തേഡ് ഉണ്ട്, 24 hours മാനിഫെസ്റ്റേഷൻ ഉണ്ട്, അൺഎക്സ്പെക്റ്റഡ് മണി ഉണ്ട്. പലതും ഞാൻ ചെയ്ത് നോക്കുന്നുണ്ട്, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. കുറച്ചൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. ഐ എം ഷുവർ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്തു നോക്കുമ്പോൾ കുറച്ചെങ്കിലും നിങ്ങളുടെ അടുത്ത് വരാതിരിക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈവൻ ജോലിക്ക് വേണ്ടി ആരെങ്കിലും പരിശ്രമിക്കുമ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിക്കാനുള്ളൊരു ചോദ്യമാണ്, അവർ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള, നമ്മൾ ജോലിയൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പറയാറുണ്ടല്ലോ, നിങ്ങൾക്ക് ഏത് കമ്പനിയിൽ, ഏത് പോസ്റ്റിൽ, എത്ര സാലറിയുടെ ജോലി വേണം, അതുകൂടി ക്ലിയർ ആയിട്ട് കണ്ടുകൊണ്ട് നിങ്ങൾ അഫർമേഷൻ ചെയ്യണമെന്ന്. അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് കിട്ടിയത് അതിലേക്കല്ല വിളിച്ചത്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളതായിരിക്കുന്ന ഒരു ചെറിയ സ്ഥലത്ത് ഒരു ചെറിയ ജോബ് വന്നു, ഞാൻ പോണോ വേണ്ടേ എന്ന് ചോദിക്കാറുണ്ട്. ഞാനൊരു 5 ലക്ഷം രൂപ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ട് ഒരു 5000 രൂപയാണ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. എൻ്റെ അടുത്തേക്ക് മണി എന്താ വരാത്തത്? ഇങ്ങനെയൊക്കെയുള്ളതായിരിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ അടുത്ത് നിന്ന് സ്ഥിരമായി എനിക്ക് കേൾക്കുന്നത് കൊണ്ട് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ജോലിക്ക് പോണ്ടേ എന്ന് ചോദിച്ച ആ സഹോദരനോ സഹോദരിയോ എനിക്കറിയില്ല. കമൻസിൽ നിങ്ങൾ കാണുന്നതായിട്ടുള്ള പേര് ഒറിജിനൽ ആയിക്കൊള്ളുന്നില്ല. പിന്നെ എനിക്ക് വോയിസോ ടെക്സ്റ്റോ ഇടുന്ന സമയത്ത് ഒരു 99% ആൾക്കാരും പേര്, വിവരങ്ങൾ എന്നോട് പറയാറില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പേരറിഞ്ഞാലും നാടറിഞ്ഞാലും നിങ്ങൾ എവിടെയാണെന്ന് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും എൻ്റെ ഒരു സഹോദരൻ അല്ലെങ്കിൽ സഹോദരി, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ആര് ഏത് ചോദ്യം എന്നോട് ചോദിക്കുന്നുണ്ടോ എന്നാലാവും രീതിയിലെല്ലാം തന്നെ അതിനുള്ള ഉത്തരം തരാൻ ഞാൻ ശ്രമിക്കാറുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സഹോദരനോ സഹോദരിയോ എന്നറിയില്ല എന്നൊക്കെ പറയുന്നത്. അവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ഒരു ചെറിയ ജോബ് തൊട്ടടുത്ത സ്ഥലത്ത് കിട്ടിയെങ്കിൽ ആദ്യം നമുക്ക് ചോദിച്ചതിൻ്റെ, റിക്വസ്റ്റ് ചെയ്തതിൻ്റെ, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ്റെ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഗിഫ്റ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ കാര്യം തരുമ്പോൾ താങ്ക് യു പറയുക, ഈശ്വരനോട് താങ്ക്സ് പറയുക, യൂണിവേഴ്സിനോട് താങ്ക്സ് പറയുക. നമ്മുടെ മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടിയ ഗിഫ്റ്റാണെന്ന് കരുതിക്കൊണ്ട് സ്വീകരിക്കുക, സന്തോഷിക്കുക എന്ന് കരുതി അവിടെ തന്നെ നിന്നോളണം എന്നല്ല പറയുന്നത്. അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ മാക്സിമം പരിശ്രമിച്ചുകൊണ്ട് നിങ്ങളുടെ ഡ്രീം എന്താണോ അതിലേക്ക് വേണ്ടി നിരന്തരം ചെയ്യുക. പക്ഷേ ഇവിടെ താങ്ക് യു എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ഗ്രാറ്റിറ്റ്യൂഡ് അഥവാ താങ്ക് യു, നമ്മളിലേക്ക് എല്ലാ സാധനത്തിനെയും അൺലിമിറ്റഡ് ആയിട്ട് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരാനുള്ളൊരു സാധനമാണ്. അപ്പോൾ ഒരു പക്ഷേ നമ്മൾ ആഗ്രഹിച്ച വലിയ ഡ്രീമിൻ്റെ അടുത്തേക്ക് നമ്മുടെ യോഗ്യത എത്തിയിട്ടില്ല എങ്കിൽ നമുക്ക് കിട്ടുന്ന ഈ ഒരു കുറച്ച് ഗിഫ്റ്റ് നമുക്ക് തരുന്നത് നമ്മുടെ യോഗ്യത അനുസരിച്ച് വന്നതായിരിക്കും. ആ സമയത്ത് യോഗ്യത മീൻസ് ഓൾവേസ് നിങ്ങൾ അതിന് മാത്രമേ യോഗ്യരായിട്ടുള്ളൂ എന്നല്ല. ആ സമയത്ത് നിങ്ങളുടെ യോഗ്യത അത്രയായിരിക്കാം. സോ ആ തന്നതിന് താങ്ക്സ് പറയുക, സന്തോഷിക്കുക, സന്തോഷത്തോടെ കൂടെ പോയിട്ട് അവിടെ ജോയിൻ ചെയ്യുക, വർക്ക് ചെയ്യുക. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് താങ്ക്സ് പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങളുടെ സ്റ്റഡി, നിങ്ങളുടെ പ്രയത്നങ്ങൾ, നിങ്ങളുടെ പരിശ്രമങ്ങൾ, നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക, എന്താണെങ്കിൽ അത് തുടർന്നു കൊണ്ടേയിരിക്കും. ആ ഡ്രീമിലേക്ക് നമ്മൾ ഒരു സ്റ്റെപ്പ് കയറി എന്ന് വേണം മനസ്സിലാക്കാൻ. അതേസമയം ആദ്യത്തെ ഒരു ഓഫർ നിങ്ങൾക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ആദ്യത്തെ ചെറിയൊരു മണി നമ്മുടെ കയ്യിലേക്ക് വരുന്ന സമയത്ത്, ഞാൻ ഇത്രയും വലിയ വിചാരിച്ചു തന്നിട്ടേ വന്നത് കണ്ടോ ഇത്രയ്ക്ക്. അപ്പോൾ നമ്മുടെ മനസ്സിനുള്ളതായിട്ടുള്ള അതൃപ്തി ഉണ്ടല്ലോ, അത് ഒരു പക്ഷേ ഡ്രീം നമ്മുടെ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളത് ആ കാര്യത്തിൽ ചിന്തിക്കുമ്പോൾ അത് കുറച്ചും കൂടെ ദൂരേക്ക് നീങ്ങി പോവുകയുള്ളൂ. നിരാശ, ഒരു വീഡിയോ അതിനെക്കുറിച്ചും സിസ്റ്റർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഏറ്റവും വലിയ ശത്രു നിരാശയാണ്. അപ്പം മനസ്സിൻ്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന ആ നിരാശയെ മാറ്റിക്കൊണ്ട് എന്തായാലും ഇത്രയും കിട്ടിയല്ലോ. ഒരു പക്ഷേ നിങ്ങളൊരു 2 ലക്ഷം രൂപ ആഗ്രഹിച്ചു, വേറൊരു രീതിയിൽ എവിടെ നിന്ന് വന്നില്ല, എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുക. എവിടെ നിന്ന് കടം കിട്ടി, അല്ലെങ്കിൽ ആരെങ്കിലും സ്വർണം തന്നു, നിങ്ങൾ പണയം വെച്ചെടുത്ത്, എന്തോ ആവാം. പക്ഷേ ആ സമയത്ത് അറേഞ്ച് ചെയ്യാൻ കിട്ടിയല്ലോ,
അത് കിട്ടിയില്ലായിരുന്നെങ്കിൽ എത്ര കഷ്ടമാകുമായിരുന്നു. അതുകൊണ്ട് അതിനു വേണ്ടി നന്ദി പറയൂ. എനിക്ക് 2 ലക്ഷം രൂപ അറേഞ്ച് ചെയ്ത് തന്നല്ലോ, ഇനി ഈ പൈസ കടം വീട്ടിൽ കൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ കൂടി എന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്യൂ. നമ്മുടെ മനസ്സിനുള്ളുന്നതായിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ്, നമ്മുടെ മനസ്സിനുള്ളിൽ വരുന്നതായിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ, നമ്മുടെ മനസ്സിൽ കിട്ടുന്ന ഓരോരോ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പോലും നന്ദി പറയുന്ന സ്വഭാവം അൺലിമിറ്റഡ് ആയിട്ട് യൂണിവേഴ്സുമായിട്ടുള്ള കണക്ഷനിൽ നമ്മളെ കൊണ്ടുവരും. നിങ്ങളെ തന്നെ ഓർത്ത് നോക്കിയേ. ഒരു ഗ്ലാസ് ചായ കൊടുക്കുമ്പോൾ പോലും ഈ ചായ കുടിച്ചപ്പോണ്ടല്ലോ എൻ്റെ ക്ഷീണം മാറി എന്ന് പറഞ്ഞുകൊണ്ട് താങ്ക് യു പറയുന്ന ഒരാൾക്ക് ഇനി ഒരു സാധനം കഴിക്കാൻ കൊടുക്കണമെന്ന് നിങ്ങൾക്ക് തോന്നും. ചായ കൊടുക്കുമ്പോൾ വിശന്ന് വലഞ്ഞാൽ വന്നത്, ഒരു ചായ കിട്ടിയുള്ളൂ എന്ന് വിചാരത്തോടു കൂടി മിണ്ടാണ്ട് ചായയും കുടിച്ച് ഗ്ലാസ് കഴുകി വെച്ച് പോയാൽ അയാൾക്ക് എന്തെങ്കിലും രണ്ടാമത് കൊടുക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുകയില്ല. ഇതെല്ലാം മനുഷ്യന്മാരുടെ അവസ്ഥയാണ്. ഇത് എനർജിയുടെ കൊടുക്കൽ വാങ്ങലാണ്. അതുകൊണ്ട് ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, കിട്ടുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പോലും നന്ദി പറയാൻ പഠിക്കൂ. ഒരു ദിവസം ഒരു 101 തവണ നന്ദി പറയാൻ പറ്റുമോ? ഒരാൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്തു, താങ്ക് യു. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നു, ഈശ്വരനോട് താങ്ക്സ് പറയൂ, പ്രകൃതിയോട് താങ്ക്സ് പറയൂ. ആഹാരം കഴിക്കുന്നു, എന്തായാലും ഇന്ന് വിശപ്പിനുള്ള ആഹാരം, ഇഷ്ടപ്പെട്ട എല്ലാ വിഭവവും ഇല്ലെങ്കിലും ചോറും ചമ്മന്തിയെങ്കിലും കിട്ടിയല്ലോ, അല്ലെങ്കിൽ ഒരു ചോറും ചാറെങ്കിലും കിട്ടിയല്ലോ, ഒരു ചപ്പാത്തി ഒരു ഫ്രൂട്ടെങ്കിലും കിട്ടിയല്ലോ, താങ്ക് യു. എല്ലാ കാര്യങ്ങൾക്കും ഒരു ദിവസം ശ്രദ്ധിച്ചു നോക്ക്. നിങ്ങൾ ഒരു 101 പ്രാവശ്യം നിങ്ങൾക്ക് താങ്ക്സ് പറയാൻ പറ്റിയാൽ നിങ്ങളുടെ കാര്യങ്ങളുടെ ഒക്കെ ബ്ലോക്ക് വേഗം വേഗം റിമൂവ് ആവും. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം എന്താ അറിയോ, നമ്മളുടെ തൊട്ടടുത്ത ആർക്കെങ്കിലും നമ്മൾ വിചാരിച്ച സ്വപ്നം, അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹിക്കുന്നു ഒരുപാട് ധനം കയ്യിൽ വരണം, ഇന്നെന്നെ കാര്യങ്ങളൊക്കെ ചെയ്യണം, അത് വേറൊരാളുടെ കയ്യിൽ വരാൻ പോകുന്നു അല്ലെങ്കിൽ അവർക്ക് വന്നിരിക്കുന്നു എന്ന് കാണുമ്പോൾ ബി വെരി വെരി ഹാപ്പി. എനിവേ, പൈസയാണ് അട്രാക്റ്റ് ചെയ്ത് നിങ്ങൾ കാണുന്നത്. ഒരാളുടെ സ്വപ്നം സഫലമായിട്ടാണ് കാണുന്നത്. ഒരാളുടെ വീടെന്ന സ്വപ്നം പൂവണിഞ്ഞത് കാണുകയാണ്. ഒരാളുടെ വീട് പണി കഴിഞ്ഞിട്ട് അവിടെ പോയി നോക്കുമ്പോൾ നിങ്ങളുടെ ഭാഗ്യമുണ്ട്, നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടി, എനിക്കും ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ അവിടെ അപ്പോഴും നമ്മുടെ അതൃപ്തിയാണ് പ്രകടമാവുന്നത്. നമ്മൾ ആ ഒരു നിമിഷം അവരുടെ സക്സസ്സിൽ എൻജോയ് ചെയ്യേ. എന്തുകൊണ്ട് എനിക്ക് വന്നില്ല എന്ന് ചിന്തിക്കല്ലേ, അവർക്ക് വന്നല്ലോ, ഐ ആം ഹാപ്പി എന്ന് വെച്ചാൽ നിങ്ങൾ മണി കണ്ട് ഹാപ്പി ആവുന്നു, വീട് കണ്ട് ഹാപ്പി ആവുന്നു, ജോലി കണ്ട് ഹാപ്പി ആവുന്നു, വാഹനം കണ്ട് ഹാപ്പി ആകുന്നു, നല്ല റിലേഷൻഷിപ്പ് കാണുന്നു, ഹാപ്പി ആകുന്നു. ഓരോ നിമിഷവും നമുക്ക് ഹാപ്പി ആവാനുള്ളതാണ്. അപ്പോൾ ധനത്തിനെ സംബന്ധിച്ചിടത്തോളം ധനം കാണുമ്പോൾ സന്തോഷിക്കുന്നവരുടെ അടുത്തേക്ക് ധനം വീണ്ടും വരും. എൻ്റെ പോക്കറ്റിലല്ല, വേറൊരാളുടെ പോക്കറ്റിലാണ് 1 കോടി രൂപ ഇരിക്കുന്നത്. പക്ഷെ 1 കോടി രൂപ കണ്ടിട്ട് അവർക്ക് കിട്ടിയല്ലോ, ദേ ആർ ലക്കി, എനിക്കതിൽ ഭയങ്കര സന്തോഷം എന്ന് വിചാരിച്ചു നോക്ക്. ആ 1 കോടി രൂപ അവരുടെ അടുത്തുനിന്നല്ല, പ്രകൃതിയിൽ നിന്ന് നിങ്ങളിലേക്ക്, നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്ന്, നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസിൽ നിന്ന്, നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ വിധത്തിൽ നിങ്ങളിലേക്ക് ആ ധനം ഒഴുകി വരുന്ന കാര്യം നടക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും മറ്റൊരാൾക്കൊരു കാര്യം നടന്നു കാണുമ്പോൾ എന്താണ് അവർക്കെല്ലാം നടക്കുന്നു, എനിക്കെന്തേ നടക്കാത്തത് എന്ന് ചോദിക്കരുത്. അണ്ടർലൈൻ ചെയ്യുക, എന്തുകൊണ്ട് എനിക്കില്ല എന്ന്, എന്തുകൊണ്ട് എനിക്ക് നടന്നില്ല എന്ന് ചോദിക്കരുത്. അവർക്ക് എല്ലാവർക്കും കിട്ടി, ഐ ആം ഹാപ്പി. അവരുടെ കയ്യിൽ പൈസ കാണുമ്പോഴും ഹാപ്പി, അവർക്ക് വീട് കാണുമ്പോഴും ഹാപ്പി, ഞാൻ എല്ലാത്തിനും ഹാപ്പി. ദെൻ ഹാപ്പിനെസ് എന്നിലേക്ക് മുഴുകി വരും, എൻ്റെ ഡ്രീം നടക്കും, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഫ്രീ ആവും, എല്ലാം നിങ്ങളുടെ ലൈഫിൽ വരും. ഈ ഒരു കാര്യം ശ്രദ്ധിച്ചേ പറ്റൂ. അതുകൊണ്ട് ഇക്കാര്യത്തിൽ നിങ്ങൾ എന്നും ശ്രദ്ധിക്കുന്നു വിചാരിക്കട്ടെ. എന്നും എല്ലാ നിമിഷവും ഓരോ കാര്യത്തിനും ഈശ്വരനോട് നന്ദി പറയണം, പ്രപഞ്ചത്തോട് നന്ദി പറയണം. അങ്ങനെ സുഖകരമായ ദിവസങ്ങൾ നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.